ഓരോ നോമ്പ് കഴിയുന്ന സമയത്തും നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നൊരു ഡയലോഗുണ്ട്. എത്ര പെട്ടെന്നാല്ലേ നോമ്പ് കഴിഞ്ഞെന്ന്. ശരിയാണ്. അതങ്ങനെ തന്നെ ആണല്ലോ. അങ്ങനെ ഏതായാലും രണ്ടാമത്തെ നോമ്പിന് നമ്മളിതാ കുറച്ച് പണ്ടം തലേന്ന് മാറ്റി വെച്ചതുണ്ടായിരുന്നു ട്ടോ. സമൂസ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അധികം പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സമൂസേൻ്റെ ഷീറ്റും കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഈ ഒരു ഷീറ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വേവിച്ച് വെച്ചതുകൊണ്ട് തന്നെ കേടാവൂല്ല, ഒട്ടിപ്പിടിക്കൂല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമല്ലോ. പക്ഷേ ഇന്നേതായാലും സമൂസ അല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. ഇന്ന് കുറച്ച് ആൾക്കാർ വേറൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, കട്ലേറ്റ് ട്ടോ. ഇതിലെ കുഞ്ഞിക്കൈ കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് കട്ലേറ്റ് ഉള്ളതുകൊണ്ടാണ് കുഞ്ഞി കട്ലേറ്റും പല ഷേപ്പിലൊക്കെ ആയത് ചിലത്. എത്ര സ്നാക്സ് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാലും മക്കൾ നോമ്പെടുക്കുന്നത് കണ്ടാൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് കട്ലേറ്റ് അതുപോലെ തന്നെ സാധാ ഉള്ളതുപോലെ തന്നെ വത്തക്കയും പിന്നെ കക്കിരിയുണ്ട്, കർമൂസ ഉണ്ട്. പിന്നെ ഇന്ന് നമ്മൾ പത്തിരി അല്ല കേട്ടോ ഉണ്ടാക്കിയത്. പത്തിരിക്ക് പകരം എന്ത് ചെയ്ത് ഇന്ന് ഓട്ടടാക്കി. അതുകൊണ്ട് തന്നെ ഓട്ടടയും പിന്നെ ഗ്രീൻ പീസ് സ്റ്റൂ ഉണ്ടാക്കി കേട്ടോ.